ഇന്ന് നമ്മളൊരു അടിപൊളി കാർ പോർച്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയതായിട്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പുതിയതായിട്ട് കാർ പോർച്ച് പണിയാനുള്ള ഉദ്ദേശിക്കുന്നവർക്കും എല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണിത്. പണ്ട് കാലത്ത് എല്ലാവരും തന്നെ വീടിനോട് ചേർന്ന് തന്നെ കാർ പോർച്ച് പണിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് യാതൊരു ഉപകാരവും കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. ഒരു വണ്ടി തന്നെ കഷ്ടിച്ചിടാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിൻ്റെ പുറകു സൈഡ് മൊത്തം നനയുന്ന രീതിയിലായിരിക്കും. കാരണം ഫുള്ളായിട്ട് നനയാതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോർച്ചൊന്നും ആയിരിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഒരു കാർ പോർച്ചിന് വേണ്ടി നല്ല പൈസ മുടക്കിയിട്ടും ഉണ്ടാവും. ഇപ്പം പിന്നെ പൊതുവെ ആളുകൾ വീടിനോട് ചേർന്ന് കാർ പോർച്ച് പണിയുന്നില്ല. വീടിൻ്റെ അളവിൽ നിന്ന് കുറഞ്ഞു കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ഉപകാരങ്ങളും കൂടി ഇതിൻ്റെ കൂടിയുണ്ട്. കാർ പോർച്ച് പണിയുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി മര്യാദയ്ക്ക് നനയാതെ ഇടാൻ പറ്റിയിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. 4 സൈഡും ഓപ്പണായിട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ മിനിമം ഒരു 20-22 ഫീറ്റ് എങ്കിലും കിട്ടണം. എങ്കിലേ അത്യാവശ്യം അതൊരു വലിയ വണ്ടിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാവുള്ളൂ. അതിലും കുറഞ്ഞ് പണിത് കഴിഞ്ഞാൽ അത് അബദ്ധമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ 4 സൈഡിലും കർട്ടനൊക്കെ ഇട്ട് വീണ്ടും ഇത് നനയാതെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും നമുക്ക് മാറും. അതുപോലെ പുറം സൈഡിൽ സെപ്പറേറ്റ് ചെയ്യുമ്പം ഒരു വണ്ടി ഇടുന്നതും അതിൻ്റെ വലിപ്പ ലേശം കൂടുന്നതും തമ്മിൽ വലിയ റേറ്റിൽ അന്തരമൊന്നും ഇരിക്കില്ല. ഒരു നോർമൽ കാർ പോർച്ച് പണിയാണെങ്കിൽ 80,000 വേണമെങ്കിൽ ഒരു വണ്ടി ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 90,000 രൂപ മതിയായിരിക്കും. അതാണ് വ്യത്യാസം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2 വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിൽ, 2 വലിയ വണ്ടി ഇടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു കാർ പോർച്ചാണ്. അപ്പോൾ നിലവിൽ ഇതിന് 85,000 രൂപ ചിലവ് വന്നതാണ്. നിലവിലെ കണ്ടീഷനിൽ 85,000 രൂപ ചിലവ് വന്ന കാർ പോർച്ചാണിത്. അതായത് 20 അടി നീളവും 20 അടി ഉള്ള്, 20 ഉള്ള് കിട്ടുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ചാണ്. അതായത് 2 തൂണിൻ്റെ ഉൾവശം 20 അടി കിട്ടുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അതായത് 2 വണ്ടി മര്യാദയ്ക്ക് കയറും, പിന്നെ ഒരു ബൈക്കും കൂടി വേണമെങ്കിൽ സൈഡിൽ കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർച്ചാണ്. അപ്പം നമ്മൾ വൈറ്റ് ടൈപ്പിലൊരു പോർച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വൈറ്റ് ടൈപ്പിൽ 2 കാല് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ടൈപ്പിൽ 2 കാല് സെറ്റ് ചെയ്തെടുക്കണം. അതാണ് ആദ്യത്തെ പണി. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4x4 2 mm പൈപ്പാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ 2 തൂണ് നാട്ടണം ഈ കണ്ടീഷനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു 3 ഫീറ്റെങ്കിലും താഴ്ചയിൽ നമ്മൾ ഫില്ലർ കുഴി എടുത്തിരിക്കണം. കാരണം ഇത് അങ്ങനെ സെൻറ്ററിൽ ഒരു തൂണായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നില്ല. അപ്പം അതിൻ്റെ ലോഡ് ബാലൻസ് ചെയ്യണം. ഇത് കാറ്റെടുത്ത് മറിഞ്ഞു പോകാൻ പാടില്ല. അതിന് വേണ്ടി ഒരു 3 ഫീറ്റെങ്കിലും താഴ്ചയിൽ കുഴി എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഉറപ്പ് കുറഞ്ഞുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ചും കൂടിയൊക്കെ താഴ്ചയിൽ കുഴി എടുക്കേണ്ടി വരും. ഇവിടെയൊക്കെ നല്ല ഉറപ്പുള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇത് 3 ഫീറ്റായിട്ട് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ 2 സൈഡിലും 4x4 പൈപ്പ് വെച്ചിട്ട് ഒരു ക്രോസ് ഉത്തരം പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഉത്തരം എന്ന് പറയാൻ പറ്റില്ല, കഴുക്കോല് പോലെ 2 പൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിന് ഉത്തരമായിട്ട് നമ്മളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ആ 2 കഴുക്കോല് പോലെ ഇരിക്കുന്ന പൈപ്പിലോട്ട് നമ്മൾ പട്ടികയായിട്ട് 4x2 പൈപ്പ് ഡയറക്റ്റ് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ള് 20 ഫീറ്റ് തന്നെയുണ്ട്. അപ്പം നമ്മൾ 7 മീറ്ററോളം രണ്ട് സൈഡിലോട്ട് അര മീറ്റർ തള്ളും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 3 സൈഡിൽ ബോർഡർ പൈപ്പ് വെക്കുന്നുണ്ട്. അത് 6x1 പൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ പിന്നെ പാത്തിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സ്ട്രക്ചർ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതിന് പ്രൈമർ അടിക്കണം, പെയിൻറ് അടിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്ന പൈപ്പുകൾ 4x4 തൂണ്, 4x4 കഴുക്കോൽ 2 പിന്നെ 4x2 പട്ടികയായിട്ട് ഉപയോഗിക്കുന്ന സാധനം 4x2, ബോർഡർ പൈപ്പായിട്ട് ഉപയോഗിക്കുന്നത് 6x1. ഇതിന് മുകളിൽ നമ്മൾ നോർമൽ ട്രഫോർഡ് ഷീറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഭാവിയിൽ സീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നിലവിലെ കണ്ടീഷനിൽ സീലിംഗ് ഒന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അപ്പം കുറച്ച് കഴിഞ്ഞാൽ അത് സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഷീറ്റ് കാണുമല്ലോ, അപ്പം പിന്നെ നല്ല സ്റ്റൈൽ വരും. നല്ല ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്ക് വരും. ഒരു 20,000 രൂപ കൂടി എക്സ്ട്രാ ചിലവ് വരും. അപ്പം നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ലുക്കാണ് വരിക. അപ്പം 2 വണ്ടി, അതായത് 2 ഇന്നോവ പോലത്തെ ഉള്ള 2 വലിയ വണ്ടികൾ സുഖമായിട്ട് കയറും. അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ ചെറിയൊരു സ്കൂട്ടിയോ ബൈക്കോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള വർക്കിൻ്റെ വീഡിയോ ഒത്തിരി നമ്മുടെ പേജിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കാണാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വർക്കിനെ കുറിച്ചുള്ള വലിയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക.